ഈസ ലോകത്തിലെ ആദ്യത്തെ നാച്ചുറൽ അപ്പറ്റൈസറാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഈസയുടെ മാസ്റ്റർ ബ്രെയിനായ രാജേഷ് സാറിനൊപ്പമാണ്. നമുക്ക് സാറിൻ്റെ അടുത്ത് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹായ് സാർ, നമസ്കാരം. എങ്ങനെയാണ് ഈ ലോകത്തിലെ ആദ്യത്തെ നാച്ചുറൽ അപ്പറ്റൈസറാണല്ലോ ഈസ. അപ്പോൾ ഈസയുടെ ഒരു ഫസ്റ്റ് തോട്ട് പോയിട്ടുള്ളത് എങ്ങനെയാണ്? ഇങ്ങനെ ഒരു ബ്രാൻഡിലേക്ക് വരണം എന്നുള്ളൊരു ചിന്ത എവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്? എൻ്റെ മകൻ ബിടെക് കംപ്ലീറ്റ് ചെയ്ത് വരുന്ന ഘട്ടത്തിൽ അവന് വേണ്ടി ആരംഭിച്ച ഒരു ഇൻഡസ്ട്രിയൽ ബേസ്, കാര്യം മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു ഇൻഡസ്ട്രി എൻ്റെ സ്വപ്നങ്ങൾ നടക്കാതെ വന്നത് അവനിലൂടെ നടത്തിയെടുക്കണം എന്നുള്ളൊരാഗ്രഹത്തിൽ തുടങ്ങിയതാണ് അപ്പുറത്ത് ഞങ്ങൾ വാങ്ങിയിരിക്കുന്ന ആ ഒരു സ്ഥലം. ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ നമ്മൾ ഇൻഡസ്ട്രികൾ തുടങ്ങി. CFTRI എന്ന് പറയുന്ന ഒരു വലിയൊരു സ്ഥാപനം മൈസൂറുണ്ട്. അവിടെ ചെന്ന് ഇവിടെ ആരംഭിക്കാൻ പറ്റുന്ന ജ്യൂസ് ഏതാണെന്ന് അന്വേഷിച്ച് പോവുകയും അന്നത്തെ കാലത്ത് ആ CFTRIയിൽ കാർബണേറ്റഡ് ആയിരിക്കുന്ന ഫ്രൂട്ട് ജ്യൂസുകൾ ഉണ്ട് എന്ന് പറഞ്ഞാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. ഞാനും അവനും കൂടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ കാർബണേറ്റ് ചെയ്യാനായിട്ടുള്ള ഫലങ്ങൾ പറയുന്നത് മുഴുവനും മുന്തിരിങ്ങ, നെല്ലിക്ക, ഓറഞ്ച്, അതേപോലെ കേരളത്തിലില്ലാത്ത ഉൽപ്പാദിക്കാത്ത സാധനങ്ങളാണ്. അങ്ങനെയാണ് കേരളത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്താണ് എന്ന് നോക്കി ഞങ്ങൾ പോകുന്നത്. അതും വർഷത്തിലൊരു സ്ഥാപനം തുടങ്ങിയാൽ നമുക്ക് വർഷത്തിലൊരിക്കൽ മുഴുവനായി നമുക്ക് കിട്ടുകയും വേണം. അങ്ങനെയാണ് ഞങ്ങൾ പൈനാപ്പിളിലേക്ക് പോകുന്നത്. CFTRIയിൽ വീണ്ടും ചെന്നു. പൈനാപ്പിളിൽ കാർബണേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് പറ്റില്ല എന്ന് പറഞ്ഞു. കാര്യം ഇതിൻ്റെ സ്റ്റെമ്മ് ബ്രേക്കായി പോകുന്നത് കൊണ്ട് അത് നടക്കില്ല എന്ന് വന്ന് ആകെ സങ്കടത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഒരു ആയുർവേദ ഡോക്ടർ, കാര്യം എനിക്ക് ഒരുപാട് സുഹൃത്തു വലയങ്ങളുള്ളതുകൊണ്ട് ആ ആയുർവേദ ഡോക്ടർ വന്ന് ഏറ്റവും കൂടുതൽ ഈ പൈനാപ്പിൾ ദഹിപ്പിക്കുന്ന ഒരു കഴിവ് പറയുകയും ആ ദഹിപ്പിക്കുന്ന കഴിവിന് പൈനാപ്പിളും ഇഞ്ചിയും ഇട്ട് വീട്ടിൽ വെച്ച് തന്നെ പരീക്ഷണം നടത്തുകയും ചെയ്തു. പക്ഷേ ഇഞ്ചിയും പൈനാപ്പിളും ഇട്ടതിന് ശേഷം പിന്നീട് കാന്താരി ചേർക്കുന്നതും ഇതിൻ്റെ അകത്ത് കരിമ്പ് ചേർക്കുന്നതും എല്ലാം പിൽക്കാലത്ത് വന്നിരിക്കുന്ന ആഡ് ഓൺ പോളിസികളാണ്. കാര്യം വെച്ചാൽ പൈനാപ്പിൾ മാത്രമായിട്ടൊരു പൈനാപ്പിൾ ജ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫിക്സ് ഉള്ള ആളുകൾക്കോ അല്ലെങ്കിൽ പ്രഗ്നൻറ്റ് ലേഡീസിനോ ഒന്നും പൈനാപ്പിൾ കഴിക്കാൻ പറ്റില്ല. കാര്യം ഇതിൻ്റെ അകത്ത് ബ്രോമിലിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ്. ഈ കണ്ടന്റ് ശരിക്കും പറഞ്ഞാൽ ഇതിനെതിരായതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്തത്, ആ ബ്രോമിലിൻ കണ്ടന്റ് ഈ പൈനാപ്പിളിൽ നിന്ന് ഒഴിവാവാൻ വേണ്ടി പൈനാപ്പിൾ 2 മണിക്കൂർ പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് 75 ഡിഗ്രിയിൽ തിളപ്പിക്കും. അപ്പോൾ ഈ ബ്രോമിലിൻ കണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് പോകും. ബാക്കിയുള്ള എൻസൈംസ് ആണ് നമ്മുടെ ഈ കാര്യത്തിന് ഉപയോഗിക്കുന്നത്. ആദ്യം ഞങ്ങൾ അങ്ങനെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിൽക്കാലത്ത് ഈ ഡോക്ടർ ഇങ്ങനെ ഓരോ ആളുകൾ പറഞ്ഞു വരുന്ന അഭിപ്രായങ്ങൾ എടുക്കുകയും അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി വരികയും ചെയ്തു കഴിഞ്ഞിട്ടാണ് ഈ പഞ്ചസാര ഒഴിവാക്കിക്കൊണ്ട് കരിമ്പാക്കി. ആ കരിമ്പുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ സലൈവ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കാന്താരി കൊണ്ടുവന്നു. അങ്ങനെ ഒരു 4 വർഷത്തെ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ കാണുന്ന നിലവാരത്തിൽ എത്തിയിരിക്കും. ശരിക്കും ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ മാറ്റങ്ങളും കൊണ്ടുവരുന്നുണ്ട് അല്ലേ? ഇപ്പം കാന്താരി മുളക് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണെന്നുണ്ടെങ്കിലും സലൈവ പ്രൊഡക്ഷൻ കൂടാനായിട്ട് ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ട് മാർക്കറ്റിൽ നിലവിൽ നിൽക്കുന്ന ഒരു അപ്പറ്റൈസറാണ് ഈസ എന്ന് പറയുന്നത്. കാര്യം കസ്റ്റമർക്ക് ആവശ്യം എന്താണ്, അത് അവർക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ എന്ത് അഭിപ്രായം പറഞ്ഞാലും ആ അഭിപ്രായത്തെക്കുറിച്ച് പഠിച്ച് മാറാൻ നമ്മൾ ഞങ്ങൾ തയ്യാറാണ്. ശരിക്കും ഈ അപ്പറ്റൈസർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഏജ് കാറ്റഗറിക്ക് യൂസ് ചെയ്യാം? എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാമോ? ഒരു 20 വയസ്സ് വരെയുള്ള ഒരു കുട്ടിക്ക് കാര്യം ഇത് ഉപയോഗിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ജങ്ക് ഫുഡ്സ് കഴിക്കുന്ന കുട്ടിയായിരിക്കണം. കാര്യം ജങ്ക് ഫുഡ്സ് കഴിക്കുമ്പോൾ അവരുടെ കുടലിലെ എല്ലാ കാര്യങ്ങളും തീർന്നു കിട്ടും. കാര്യം ലിവറിന് കംപ്ലൈൻറ്റ്, കിഡ്നിക്ക് കംപ്ലൈൻറ്റ്, ഇൻറ്റസ്റ്റൈന് കംപ്ലൈൻറ്റ്. അങ്ങനെ വരുമ്പോൾ ആ 20 വയസ്സുള്ള ആളുകൾക്ക് വരെ ഇത് കഴിക്കാം. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ജങ്ക് ഫുഡ്സ് ഇല്ല എങ്കിൽ ഈ അപ്പറ്റൈസറിൻ്റെ ആവശ്യമില്ല ഈ 20 വയസ്സ് വരെ. കാര്യം ദഹിക്കുന്ന പ്രായമാണ്. പക്ഷേ അത് കഴിഞ്ഞാൽ 20 വയസ്സ് മുതൽ ഒരു 40 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മളുടെ ബോഡിയുടെ എക്സർസൈസിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഇതിൻ്റെ ആവശ്യം വരിക. നന്നായി പറമ്പിൽ പണിയെടുക്കുന്ന ഒരാൾക്ക് ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഒരുപാട് ഇരുന്ന് പണിയെടുക്കുന്ന ആൾക്കാർ, കുറേ നേരം കമ്പ്യൂട്ടറിൻ്റെ അകത്തിരുന്ന് പണിയെടുക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് ദഹിക്കുന്നതിന് പ്രയാസം ഉണ്ടാവും. അവർക്ക് ഈസ അത്യാവശ്യമാണ്. പക്ഷേ 40 വയസ്സിന് ശേഷം മരണം വരെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു സാധനമാണ് ഈസ. കാര്യം ദഹനശക്തി കുറയണം. ആൾക്കാർക്ക് എല്ലാം ഒരു 99% ആളുകൾ എടുത്താലും
അവരെ സംബന്ധിച്ചിടത്തോളം ഗ്യാസ്ട്രോ എൻട്രോളജി പ്രോബ്ലംസ് കൂടുതലാണ്. ഒന്നോ പുളിച്ചത് കെട്ടൽ എല്ലാവർക്കും ഒരു 99% ആളുകൾക്ക് പുളിച്ചത് കെട്ടൽ, നെഞ്ചരിച്ചിൽ, പിന്നെ ഭയങ്കരമായിട്ട് ഗ്യാസ് വരിക, പിന്നെ ഭക്ഷണത്തിന് വിശപ്പില്ലായ്മ വരിക, വായ്ക്ക് രുചിയില്ലായ്മ വരിക, അതൊക്കെ ഒരു 40 വയസ്സിന് ശേഷമുള്ള കാലഘട്ടത്തിലാണ് ഉണ്ടാവുക. അങ്ങനെയുള്ള ആൾക്കാർക്ക് നിർബന്ധമായിട്ട് കഴിക്കേണ്ടുന്ന ഒരു പാനീയം. ശരിക്കും ഇന്നത്തെ കാലത്ത് നമുക്ക് ഗട്ട് ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ആണെങ്കിലും അതേപോലെ തന്നെ വേറെയുള്ള ഇഷ്യൂസ് സാർ ഇപ്പോൾ പറഞ്ഞു, നെഞ്ചരിച്ചിൽ, പുളിച്ചു തികട്ടൽ, അതേപോലുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആണല്ലോ ഈസ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് ആളുകളുടെ ഒരു റെസ്പോൺസ് വരുന്നത്? ഇത് വളരെ രസകരമായുള്ള ചോദ്യമാണ്. കാര്യം ഇത്തിരി കഴിഞ്ഞ 4 മാസ കാലയളവിൽ ഞങ്ങളിത് ആദ്യം പെറ്റ് ബോട്ടിലാണ് ഇറക്കുന്നത്. ഈ പെറ്റ് ബോട്ടിൽ ഇറക്കി ചെറിയ ചെറിയ ബേക്കറികളിലും ചെറിയ ചെറിയ നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളിലുമാണ് ഞങ്ങളിത് ആദ്യം കൂടുതലായിട്ട് കൊടുത്തത്. ഈ കൊടുത്തിരിക്കുന്ന ആൾക്കാർ ഒരു പ്രാവശ്യം ഇത് കഴിക്കുമ്പോൾ ഏതാണ്ട് 7 മുതൽ 9 മിനിറ്റിനുള്ളിൽ അവരുടെ ആ വയറിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ച് ചോദിച്ച് വാങ്ങിച്ച് പോകുന്ന ഒരു സമ്പ്രദായമാണ് നമുക്കുള്ളത്. പക്ഷേ ഇതൊരു ജ്യൂസ് അല്ല, ഇതൊരു ആയുർവേദ മെഡിസിനും അല്ല. ഈ ജ്യൂസും അല്ല, ആയുർവേദ മെഡിസിനും അല്ലാത്ത അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഈ കാറ്റഗറി, ആ കാറ്റഗറിയുടെ കോൺസെപ്റ്റ് ആളുകൾ അനുഭവിച്ചറിഞ്ഞ് ഇത് ചെയ്യേണ്ടതാണ്. അല്ലാതെ മറ്റ് ബ്രാൻഡുകൾ കാണിക്കുന്നത് പോലെ കുറേ പബ്ലിസിറ്റി കൊടുത്താലോ കുറേ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്താലോ ഇത് വാങ്ങി കഴിക്കണം എന്നില്ല. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റാണ് ഞങ്ങൾ കഴിഞ്ഞ 6 മാസ കാലയളവിൽ ഞങ്ങളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പം ശരിക്കും നമ്മുടെ ഒരു എന്താ പറയുക, നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, മറിച്ച് ആൾക്കാർ എക്സ്പീരിയൻസിൽ കൂടെ ചോദിച്ചു വരികയാണ്, അവർക്ക് ഇഷ്ടപ്പെട്ട് ചോദിച്ചു വരുവാണ് ഈസ. അതെ. സാറിന് എന്താണ് ഈസയെ കുറിച്ചും അതേപോലെ തന്നെ ഇപ്പം ഈ നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്ന ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ചും കൂടുതലായിട്ട് പറയാനുള്ള എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് ആണ് നമ്മൾ ഇനി ഫ്യൂച്ചറിലേക്ക് ചെയ്യാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? കാര്യം ഇത് നാച്ചുറൽ അപ്പറ്റൈസർ എന്ന് പറയുന്നത് നമുക്കൊരു റിസൾട്ട് ഓൾറെഡി നമുക്ക് പെട്ടെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. കാര്യം ഒരു 99% ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം കൂടിയാണ്. ആ പ്രോബ്ലത്തിന് ഒരു ഫാർമസ്യൂട്ടിക്കൽ ലൈനിലുള്ള ഒരു റെമഡി 99% ആളുകൾക്ക് ഇഷ്ടമല്ല. കാര്യം മരുന്ന് കഴിക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അതേസമയം ഇതൊരു ഡെയിലി റുട്ടീൻ്റെ ഭാഗമായി നമ്മൾ അവരെ ഒരു ജ്യൂസ് എടുക്കുന്ന ആ ഒരു ലെയറിലേക്ക് പോയെടുത്താൽ അവരെ സംബന്ധിച്ചോളം അതിൻ്റെ ആക്സസബിലിറ്റിയും കൂടും, അവർക്ക് പരസ്യമായിട്ട് വാങ്ങാൻ കഴിയും, അവരെടുക്കുമ്പോൾ മറ്റുള്ള ആളുകൾ അവരെ ഒരു രോഗികളായിട്ട് കാണുകയില്ല, കണക്കാക്കില്ല. മൂന്നാമത്തെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നല്ല ഇതാക്കുന്നത്. കാര്യം നമ്മുടെ യൂണിറ്റിൽ നിലവിൽ പൈനാപ്പിളിൻ്റെ പിഴിയുന്ന ചണ്ടിയും ഇഞ്ചിയും കാന്താരിയും കൂടി അരയ്ക്കുന്ന ആ ഒരു ചണ്ടിയും, അതിന് ബഗാസ് എന്നാണ് നമ്മൾ പറയുക, ഇതെല്ലാം കൂടി ചേർത്ത് അടുത്ത സ്നാക്ക്, കാര്യം മസാല ബോൾ പോലെ നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബോള് നമ്മൾ പൗച്ച് പാക്കിൽ ഇനി വരുന്നുണ്ട് ഫ്യൂച്ചറിലേക്കുള്ളത്. മൂന്നാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റിവൈറ്റലൈസർ എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ട്. നാച്ചുറൽ റിവൈറ്റലൈസർ സാധാരണ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്, അവരുടെ മെൻസ്ട്രൽ ഫ്ലോയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്ക്. പക്ഷെ അവിടെയും പൈനാപ്പിളും ഇഞ്ചിയും ബേസാണ് ഞങ്ങളുടെ. അപ്പോൾ അതിന് അവർക്ക് ഈ ഒരു ഗുണം, അപ്പറ്റൈസറിൻ്റെ ഗുണവും കിട്ടണം, അവരുടെ മെൻസ്ട്രൽ ഫ്ലോസിൽ ഉണ്ടാവുന്ന ഡെഫിഷ്യൻസീസ് കവർ ചെയ്യണം. കാര്യം പല തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ നമ്മുടെ കേരളത്തിലുള്ളത് ഇതിന് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. കാര്യം അതിലേക്ക് ഉള്ള റിസർച്ചുകളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാലാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ റിവൈറ്റലൈസർ എന്ന് പറയുന്ന ഒരു സാധനം. ഈ നാച്ചുറൽ റിവൈറ്റലൈസർ എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഓർമ്മശക്തി കൂട്ടാനും ഒരുവിധം പ്രായമായ ആളുകൾക്ക് പോലും ഓർമ്മശക്തി കൂട്ടുന്ന, കാര്യം അൽഷിമേഴ്സ് പോലെയുള്ള ഓർമ്മശക്തി പ്രായമാകും തോറും കുറഞ്ഞു വരും. അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ തലച്ചോറിലേക്ക് രക്തയോട്ടം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ബേസിൽ തന്നെ നാച്ചുറൽ അപ്പറ്റൈസറിൻ്റെ കൂട്ടത്തിൽ തന്നെ ആഡ് ഓൺ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ഇറക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം 4 പ്രൊഡക്റ്റുകളാണ് ഈ കമ്പനിയുടെ ലക്ഷ്യം. ശരിക്കും ഈസയുടെ കണ്ടൻസ് വന്നിട്ട് നമുക്ക് പൈനാപ്പിൾ ഉണ്ട്, അതേപോലെ തന്നെ കാന്താരിമുളക് പറഞ്ഞു, കരിമ്പ് പറഞ്ഞു. ഏതിൻ്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ? ഈക്വലി ആണോ അതോ ഏതെങ്കിലും ഒന്ന് ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ? എപ്പോഴും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് പൈനാപ്പിളാണ്. ഈ പൈനാപ്പിൾ ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിളിൻ്റെ ഒരു ജ്യൂസിലേക്ക് മറ്റ് ഐഡൻറ്റിറ്റിക്കൽ ഫ്ലേവർ ചേർക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കാര്യം ഈ പൈനാപ്പിളിലേക്ക് ഓക്സിഡേഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇഞ്ചി ചേരുന്ന സമയത്ത് പൈനാപ്പിളിൻ്റെ ഫ്ലേവറിൻ്റെ ആ കുറവ് വന്നുകൊണ്ടിരിക്കും. ഇത് വരുന്നത് കൊണ്ട് പൈനാപ്പിളിനെയാണ് ഞങ്ങൾ കൂടുതലായിട്ട് മുൻതൂക്കം കൊടുക്കുക. അതിൻ്റെ രണ്ടാമത്തെ അനുപാതമാണ് കരിമ്പിൻ്റെ. ആ കരിമ്പ് ശർക്കരയാക്കുന്ന ഒരു പാകത്തിലാണ് നമ്മളിതിലേക്ക് മിക്സ് ചെയ്യുക.
ആ ശർക്കര ആക്കുന്ന പാകത്തിലുള്ള ആ ഒരു ടേസ്റ്റ് അത് എപ്പോഴും ലോങ് ഫില്ലിംഗ് ആണ്. കാര്യം എപ്പോഴും നമ്മുടെ വായിൽ നിറഞ്ഞു നിൽക്കും. ഇഞ്ചിയും കൂടി വരുന്നത് കൊണ്ട് ഈ ഒരു ഇതിൻ്റെ കോമ്പിനേഷൻ, ആ പൈനാപ്പിളും ഇഞ്ചിയും കരിമ്പിൻ്റെയും കോമ്പിനേഷൻ, അതിനാണ് പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഇത് കൊടുക്കുക. കാന്താരിക്ക് നമ്മൾ വളരെ കുറവായിട്ടുള്ള എഫക്റ്റ് കൊടുക്കുള്ളൂ. കാര്യം കാന്താരി ഇരിക്കും തോറും അതിൻ്റെ എഫക്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞങ്ങളുടെ സ്റ്റാൻഡപ്പ് പൗച്ചിനും ടെട്രാ പാക്കിനും 6 മാസം മാത്രമേ വാലിഡിറ്റി ഉള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചീത്തയാവുന്നില്ല. എക്സ്പയറി കൊടുത്തിരിക്കുന്നത് 6 മാസം ആണെന്നുള്ളത് അതിന് പ്രധാനമായിട്ട് കാണുന്നത് എക്സ്പയറി ആയി ചീത്തയായി പോകുന്നതോ പുളിച്ചു പോകുന്നതോ അല്ല, മറിച്ച് ഈ ടേസ്റ്റിൽ കാന്താരിയുടെ ടേസ്റ്റ് മേളിലേക്ക് കയറിപ്പോകും. അപ്പോൾ ആ ഒരു ഫീലിംഗ് ആൾക്കാർക്ക് കിട്ടാതെ വരും. അതുകൊണ്ടാണ് ആ എക്സ്പയറി അങ്ങനെ കൊടുത്തിരിക്കുന്നത്.